Hello students, we can have some applications of Carathéodory's theorem. First as chain rule, Carathéodory's theorem gives the derivative of a function at c or condition for differentiability at c like this. F of x minus f c ile differentiability ആണെങ്കിൽ f ന്റെ f of x minus f of c equal to phi of x into x minus c for all x element of I satisfy എന്ന ഒരു continuous function phi of x ഉണ്ടാവണം. Then f is said to be differentiable at c and the value of that continuous function phi at c, phi of c equal to the derivative of the function f at c. Phi of c ആണ് f dash c. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസിയേഷനിൽ ഡിഫൈൻ ചെയ്യാറുണ്ടായിരുന്നു ലിമിറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയാം. എഫ് എക്സ് മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് സിയുടെ ലിമിറ്റിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ എഫ് എക്സ് മൈനസ് എഫ് സി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻറ്റു ആ ലിമിറ്റിലുണ്ടായിരുന്ന ഡിനോമിനേറ്റർ എക്സ് മൈനസ് സി. ഇപ്പോൾ ലിമിറ്റ് ഇല്ല. എഫ് എക്സ് മൈനസ് എഫ് സി ഈക്വൽ ടു 5x ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് എഴുതാവുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ 5x ഉള്ളപ്പോഴാണ് നമ്മൾ എഫിനെ സിയിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയുകയും എഫ് ഡാഷ് സി എഫ് ഫൈ സി എന്ന് എഴുതുകയും ചെയ്യാം എന്നാണ് കാരത്തേഡോറിസ് തിയറം പറയാം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയിൻ റൂളിൽ കാണാൻ പോകുന്നത്. ചെയിൻ റൂളിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ആവശ്യമുണ്ട്. ഫംഗ്ഷൻസിൻ്റെ എല്ലാം കോഡൊമെയിൻ റിയൽ ലൈൻ ആണ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മളുടെ കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് എഴുതുന്ന എഫിൻ്റെയും ജിയുടെയും കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി സിമ്പിൾസ് റിട്ടൺ ആസ് ജി കോമ്പോസിഷൻ എഫ്. അത് ഡിഫൈൻ ചെയ്യുന്നതിന് സ്വല്പം റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. First we write G from I to R and F from J to R. Then G composition F. G of F of C ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ സിയിലെ ഡിഫറൻഷ്യബിലിറ്റി പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ശ്രമിക്കുക. അപ്പോൾ G of F of C ഡിഫൈൻ ചെയ്യണമെങ്കിൽ F from J to R, F of C റിയൽ ലൈനിലെ പോയിന്റ് ആണ്. G of F of C പറയണമെങ്കിൽ G of എന്ന് എഴുതണമെങ്കിൽ ജിയുടെ ഡൊമൈനിൽ അത് കിടക്കണം. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് സി പറയണമെങ്കിൽ എഫ് ഓഫ് സി ഐയിലെ എലമെന്റ് ആവണം. ഇത് എഫിന് ഇമേജസ് പറയുന്ന എല്ലായിടത്തും ശരിയാവണമെങ്കിൽ എഫ് ഓഫ് ജെ എന്ന് പറയുന്നത് എഫ് ഓഫ് ജെ റിയൽ ലൈനിന്റെ സബ്സെറ്റ് ആണെങ്കിലും എഫ് ഓഫ് ജെ ഐക്കുള്ളിൽ വന്നാലേ ഉള്ളൂ, റിയൽ ലൈനിലെ ഐക്കുള്ളിൽ ഇവിടെ കാണുന്ന ഈ ഡൊമൈനിനുള്ളിൽ വന്നാലേ ഉള്ളൂ നമുക്ക് ജി ആ പോയിന്റ്സിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഐയും ജെയും റിയൽ ലൈനിലെ ഇന്റർവൽസ് ആണ്. ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം ഐ ടു ആർ ആൻഡ് എഫ് ഫ്രം ജെ ടു ആർ. ദെൻ f of j is a subset of I and c is a member of j. c jയിലെ ആകുമ്പോൾ f of c റിയൽ ലൈനിലെ ആണ്, അത് മാത്രമല്ല f of c ഐയിലെയും ആണ്, f j സബ്സെറ്റ് ഓഫ് ഐ ആകുമ്പോൾ. അപ്പോൾ c jയിൽ നിന്ന് എടുക്കുമ്പോൾ f of c ഐയിലെ ആയിരിക്കും. അപ്പോൾ g of f of c എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഇനിയുള്ള കണ്ടീഷൻ പറയാൻ പോകുന്നത്. then if f is differentiable, jയിലെ ഏതൊരു പോയിന്റ് c എടുത്താലും f is differentiable, നമുക്കിത് പറയാം, f is differentiable at c and g is differentiable at, ഇവിടെ c ഉള്ളപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ f of c ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ f സിയിലും ഡിഫറൻഷ്യബിൾ ആണ്, g f of സിയിലും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ദ കോമ്പോസിറ്റ് ഫംഗ്ഷൻ g കോമ്പോസിഷൻ f, g of f of c നമുക്ക് ഡിഫൈൻ ചെയ്യാം. g കോമ്പോസിഷൻ f is differentiable at g of f of c. g കോമ്പോസിഷൻ f ഡെഫിനിഷൻ അങ്ങനെയാണ്, g of f of c. അപ്പോൾ സിയിലേക്കാണ് വരിക. G composition f is differentiable at c and we can write the derivative also. And the derivative is G composition f dash c equal to, that is the chain rule, G dash of f of c, G dash of c അല്ല, G dash of f of c into നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫംഗ്ഷൻ ഇൻസൈഡ് f ആണ്, അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതണം, f dash c. ചെയിൻ റൂള് നമ്മൾ പലയിടത്തും പല ഫംഗ്ഷൻസിനും അപ്ലൈ ചെയ്യുന്നതാണ്. റെസിപ്രോക്കൽ ഫംഗ്ഷൻസോ പവേഴ്സോ ഒക്കെ വരുമ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യാറുള്ളതാണ്. ഫസ്റ്റ് വി കം ടു ദ പ്രൂഫ് ഓഫ് ദിസ് ചെയിൻ റൂൾ. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് എഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഡാഷ് സി അപ്പോൾ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ എഫിന് നമ്മൾ കാരത്തേഡോറിസ് തിയറം ഇപ്പോൾ പറഞ്ഞത് അപ്ലൈ ചെയ്യാണ്. എഫിന് കാരത്തേഡോറിസ് തിയറം എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് സി. അപ്പോൾ എഫ് എക്സ് മൈനസ് എഫ് സി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് മൈനസ് സി ആയിരിക്കും. That continuous function is denoted by phi x. fx minus fc equal to phi x into x minus c for all x element of f പറഞ്ഞത് ജെയിലാണ്, അതുകൊണ്ട് for all x element of j എന്ന് നമ്മൾ എഴുതും. ഇത് കൂടാതെ നമുക്ക് അവിടെ ഡെറിവേറ്റീവ് എഴുതാം. f dash c എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിച്ച കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സിയിലെ വാല്യൂ f dash c equal to phi c എന്നും എഴുതും.
അതുപോലെ തന്നെ ജി ഡിഫറൻഷ്യബിൾ അറ്റ് സി അല്ല എഫ് ഓഫ് സി എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ജി എഫ് ഓഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് സിയിൽ. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സി, ജി എഫ് ഓഫ് സിയിൽ ഡിഫറൻഷ്യബിൾ ആണ്, അപ്പോൾ പോയിന്റ് എഫ് ഓഫ് സി ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫംഗ്ഷൻ്റെ കാര്യവും ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ആർഗ്യുമെന്റ്സിൽ എഫ് ഓഫ് ചേർത്ത് വരിക. ജി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് മുമ്പേ ഫൈ ഓഫ് എക്സ് എന്ന് എഴുതി, അതേ ഫംഗ്ഷൻ ആയിരിക്കണം എന്നില്ല ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ വേറൊരു നൊട്ടേഷൻ എടുക്കുന്നു, സൈ ഓഫ്. ഇവിടെ ആർഗ്യുമെന്റിൽ വേരിയബിൾ എക്സ് അല്ല എഫ് ഓഫ് ചേർത്താണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെയും എഫ് ഓഫ് എക്സ് എന്ന് എഴുതേണ്ടി വരും. സൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു, പിന്നെ എഫ് എക്സ് മൈനസ് എഫ് സി വന്നപ്പോഴാണ് നമ്മൾ എക്സ് മൈനസ് സി മൾട്ടിപ്ലിക്കേഷനിൽ റൈറ്റ് സൈഡിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സി ആണ്, അപ്പോൾ റൈറ്റ് സൈഡിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്നായിരിക്കും. ജി ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എഫ് ഓഫ് സി ഈക്വൽ ടു സൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് അകത്ത് ആർഗ്യുമെന്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് സി എന്ന് എഴുതാം. ഇനി ഇതൊരു നൊട്ടേഷനായി പറഞ്ഞിരിക്കുന്നത്, എഫ് എക്സിനെ വൈ എന്നും എഫ് സിയെ ഡി എന്നും എഴുതാമെങ്കിൽ നമുക്കിതിനെ ചെറുതായിട്ട് എഴുതാം. ജി വൈ മൈനസ് ജി ഡി ഈക്വൽ ടു സൈ ഓഫ് വൈ ഇൻറ്റു വൈ മൈനസ് ഡി എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് എഴുതുന്നതായിട്ട് തോന്നാം. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, അത് കോംപ്ലിക്കേഷൻസ് സിമ്പിൾ ഒഴിവാക്കാം എന്നുള്ളതുള്ളൂ. അപ്പോൾ നമ്മൾ ഈ എഴുതിയേക്കുന്ന കാറ-തിയഡോറീസ് തിയറം അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സിയിലെ ഡെറിവേറ്റീവ് എഴുതാം. ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി, അല്ലെ ജിയുടെ എഫ് ഓഫ് സിയിലെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഈക്വൽ ടു ഇവിടെ ഉപയോഗിച്ച കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ എഫ് ഓഫ് സിയിലെ വാല്യൂ സൈ ഓഫ് എഫ് ഓഫ് എക്സിന്റെ, അല്ല എക്സിന്റെ സി കൊടുത്താൽ മതി, സൈ ഓഫ് എഫ് ഓഫ് സി എന്ന് നമുക്ക് എഴുതാം. ജി ഡാഷ് ഓഫ് ഇവിടെ എഴുതിയ രീതി തന്നെ ഈ ഫൈ സി എന്ന് പറയുന്ന എഫ് ഡാഷ് സി ആകുന്നത് പോലെ സൈ ഓഫ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് ജിയുടെ എഫ് ഓഫ് സിയിലെ കണ്ടിന്യൂറ്റി ആണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ല ഡിഫറൻഷ്യബിലിറ്റി ആണ് പറഞ്ഞത്. ജി ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് സി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി ഈക്വൽ ടു സൈ ഓഫ് എഫ് ഓഫ് സി എന്നും നമുക്ക് എഴുതാം. നൗ വി കൺസിഡർ the earlier relation g of f of x minus g of f of c equal to psi of f of x into f of x minus f of c നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. that is similar as psi of f of x into fx minus fc. കാറ-തിയഡോറീസ് തിയറം എഫിന്റെ സിയിലെ ഡിഫറൻഷ്യബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ എഫ് എക്സ് മൈനസ് എഫ് സി എന്ന് പറയുന്നത് ഫൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് എഴുതിയിട്ടുണ്ട്. അതിങ്ങോട്ട് കൊടുക്കുക. സൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് മൈനസ് എഫ് സിക്ക് പകരം ഫൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് സി. ദെൻ g of f of x is g composition f of x, g of f of c is g composition f of c. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് g ഡിഫറൻഷ്യബിൾ അറ്റ് എഫ് ഓഫ് സി എന്നുള്ളത് മാറ്റി g ഓഫ് എഫ് എന്നുള്ളതിന് പകരം g കോമ്പോസിഷൻ എഫിനെ എല്ലായിടത്തും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് g കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, ഇത് g കോമ്പോസിഷൻ എഫ് ഓഫ് സി ഈക്വൽ ടു സൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് എക്സ് ഈസ് എ സിംഗിൾ ഫംഗ്ഷൻ ഇൻറ്റു എക്സ് മൈനസ് സി എന്നായി. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ എക്സിലെ വാല്യൂ അതിന്റെ സിയിലെ വാല്യൂ ഡിഫറൻസ് എക്സ് മൈനസ് സി റൈറ്റ് സൈഡിൽ വന്നു, പിന്നെ ഒരു ഫംഗ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഫൈ എക്സ് കാറ-തിയഡോറീസ് തിയറം എഫിന് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. സൈ ഓഫ് ഫൈ ഓഫ് എക്സ് ജി ഓഫ് എഫ് ജിയുടെ എഫ് ഓഫ് സിയിലെ കണ്ടിന്യൂറ്റിക്ക് നമ്മൾ ഉപയോഗിച്ച കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. പ്രോഡക്റ്റ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ്. ഇവിടെ സൈ ഓഫ് എഫ് ഓഫ് എക്സ് എന്നാണ് വന്നിരിക്കുന്നത്, ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻ എഫക്ട് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. സൈ ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ സൈ ഓഫ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിന്റെ കോമ്പിനേഷൻസ് ആ പിന്നെയും വരും, അത് പിന്നെയും എക്സിന്റെ തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ ഇതൊരു എക്സ് ഫംഗ്ഷൻ ആണ്, രണ്ടും കണ്ടിന്യൂസ് ആണ് ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് മൈനസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് സി ഈക്വൽ ടു എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് സി. ശരിക്കും ഈ ഫോമിൽ തന്നെയാണ്, ഫംഗ്ഷൻ പുതിയതാണെന്നേ ഉള്ളൂ. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് മൈനസ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് സി ഈക്വൽ ടു എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻറ്റു എക്സ് മൈനസ് സി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫിന്റെ സിയിലെ കണ്ടിന്യൂറ്റി നമുക്ക് പറയാറായി. ഇവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കിട്ടിയാൽ ജി കോമ്പോസിഷൻ എഫ് സിയിൽ കണ്ടിന്യൂസ് ആണ്. ആൻഡ് ബൈ കാറ-തിയഡോറീസ് തിയറം വി ക്യാൻ റൈറ്റ് ദ വാല്യൂ ഓഫ് ദ ഡെറിവേറ്റീവ് ഓൾസോ. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സിയിലെ ഡെറിവേറ്റീവ് എക്സ് മൈനസ് സി ജി കോമ്പോസിഷൻ എഫ് ഓഫ് സി, ഇപ്പൊ സിയിലെ പറയണ്ടേ, ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു, അതെങ്ങനെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഉപയോഗിച്ച കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സിയിലെ വാല്യൂ സൈ ഓഫ് എഫ് ഓഫ് സി ഇൻറ്റു ഫൈ ഓഫ് സി എന്ന് എഴുതാം. ബട്ട് സൈ ഓഫ് എഫ് ഓഫ് സി ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി. കാറ-തിയഡോറീസ് തിയറം ജി കണ്ടിന്യൂസ് അറ്റ് എഫ് ഓഫ് സി ഉപയോഗിച്ചപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് സി. ഫൈ ഓഫ് സി എന്ന് പറയുന്നത്
ഫൈ ഓഫ് സി എന്ന് പറയുന്നത് എഫിന്റെ സിയിലെ കണ്ടിന്യൂറ്റി കാർയോത്തീഡോറിസ് തിയറം അപ്ലൈ ചെയ്താൽ ഫൈ ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഡാഷ് സി ആണ്. അപ്പോൾ ഈ ഫൈ ഓഫ് സിക്ക് പകരം എഫ് ഡാഷ് സി എന്നറിയാം എഴുതാം. സോ ജി കോമ്പോസിഷൻ എഫിന്റെ സിയിലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ജി ഡാഷ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് സി എന്ന് പറയാം. ദാറ്റ് ഇസ് ചെയിൻ റൂൾ. ജി കോമ്പോസിഷൻ എഫിന്റെ ഡെറിവേറ്റീവ് എഴുതണമെങ്കിൽ ആദ്യം ജിയുടെ ഡെറിവേറ്റീവ് എഴുതണം. പക്ഷെ അത് സിയിലല്ല, എഫ് ഡാഷ് സിയിൽ എഴുതുക. സോറി, എഫ് ഓഫ് സിയിൽ എഴുതുക. ആദ്യം എഫ് ഓഫ് സി ആർഗ്യുമെന്റ് ആയിട്ട് കാണും. പിന്നെ ഈ ആർഗ്യുമെന്റ് ഈസ് എ ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് എഴുതുക എഫ് ഡാഷ് സി. അതാണ് ചെയിൻ റൂളിൽ നമ്മൾ പണ്ടും ഡിഫറൻസിയേഷനിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ജി ഡാഷ് എഫ് ഓഫ് സി ഇൻറ്റു എഫ് ഡാഷ് സി. ഇനി അത് ഓരോ എക്സിലും എഴുതാം. ഇതൊരു സിയിൽ നമ്മൾ എഴുതുക ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതാണ് ജനറൽ ഫംഗ്ഷൻസിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന റൂള്. അപ്പോൾ അത് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ കാണുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ ജി വൈ ഈക്വൽ ടു വൈ റേസ് ടു എൻ, ദെൻ ജി ഡാഷ് വൈ ഈക്വൽ ടു എൻ ഇൻറ്റു വൈ റേസ് ടു എൻ മൈനസ് വൺ എന്ന് നമുക്കറിയാം. ജി കോമ്പോസിഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്. ദെൻ എഫ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എഴുതണമെങ്കിൽ എഫ് റേസ് ടു എൻ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ മൈനസ് വൺ, ഫംഗ്ഷൻ്റെ പവർ. പിന്നെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതണം എഫ് ഡാഷ് എക്സ്. സോ എഫ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കോമ്പോസിഷൻ റൂൾ ഉപയോഗിച്ച് പറഞ്ഞു. എഫ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ്, എഫ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എഴുതണമെങ്കിൽ ആദ്യം പവറിൻ്റെത് നമ്മൾ ചെയ്തു എൻ ഇൻറ്റു എഫ് റേസ് ടു എൻ മൈനസ്, ബട്ട് ദ ഫംഗ്ഷൻ ഇൻസൈഡ് ഈസ് എഫ് ഓഫ് എക്സ്, അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. അതുപോലെ തന്നെ 1/fൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എഴുതാം. 1/xൻ്റെത് മൈനസ് 1/x² എന്നുള്ളത് പോലെ 1/fൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതി മൈനസ് 1/f ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ദ ഫംഗ്ഷൻ ഇൻസൈഡ് ഈസ് എഫ്, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം എഫ് ഡാഷ് ഓഫ് എക്സ്. അതാണ് ജി ഡാഷ് അറ്റ് ജി ഈക്വൽ ടു 1/f, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതിയപ്പോൾ അറ്റ് എഫ് ഓഫ് എക്സ് എഴുതുക. മൈനസ് 1/x എന്നല്ല, മൈനസ് 1/f ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതി. പിന്നെ ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിച്ചത് എഫ് ആയിരുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുന്ന എഫ് ഡാഷ് എക്സ്. പിന്നെ ഒരു റിസൾട്ട് കൂടെ പറയുന്നുണ്ട്. അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ഹാസ് ദ ഡെറിവേറ്റീവ് സിഗ്നം ഫംഗ്ഷൻ ഫോർ ഓൾ നോൺ സീറോ ആർഗ്യുമെന്റ്സ്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അബ്സല്യൂട്ട് വാല്യൂ ഫംഗ്ഷൻ ഹാസ് ദ ഡെറിവേറ്റീവ് സിഗ്നം ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. If f is a differentiable function, then mod of ന്റെ derivative of mod of is signum function into f dash x വേണം. അപ്പോൾ is the signum function into derivative of the given function. Has the derivative signum function into derivative of f ആണ് തന്നിരിക്കുന്നതെങ്കിൽ derivative of f. അതും സിമ്പിൾ ആണ്. നമുക്ക് mod f of x നെ f of x when fx greater than 0 minus f of x when fx less than 0 എന്ന് എഴുതാം. അപ്പോൾ ഡെറിവേറ്റീവ് എഴുതുമ്പം എഫ് ഡാഷ് എക്സ് എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 കിട്ടും, മൈനസ് എഫ് ഡാഷ് എക്സ് എഫ് എക്സ് ലെസ് ദാൻ 0 കിട്ടും. എഫ് ഡാഷ് എക്സിനെ 1 ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്ന് വായിക്കാം, മൈനസ് എഫ് ഡാഷ് എക്സിനെ മൈനസ് 1 ഇൻറ്റു എഫ് ഡാഷ് എക്സ് എന്ന് വായിക്കാം. സോ 1 ആൻഡ് മൈനസ് 1 ആർ വെൻ എഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എഫ് എക്സ് ലെസ് ദാൻ 0 സിഗ്നം വാല്യൂസ്. സോ സിഗ്നം ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എന്ന് നമുക്ക് mod of x-ന്റെ ഡെറിവേറ്റീവിനെ പറയാം. ആസ് ആൻ എക്സാമ്പിൾ ഹിയർ ഗിവൺ മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് പറയാൻ സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ എഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഉപയോഗിക്കുക. എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 2x ഉപയോഗിക്കുക. സിഗ്നം എന്ന് പറയുന്നത് 1 മൈനസ് 1. ബട്ട് ദ സൈൻ ഈസ് ഡിറ്റർമിൻ when x square minus 1 greater than 0 or x square minus 1 less than 0. സിഗ്നം ഓഫ് എക്സ് അല്ല, സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡെറിവേറ്റീവ് ആണ്. എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 2x. സിഗ്നം 1 മൈനസ് 1 2x, ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 2x. സിഗ്നം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് ലെസ് ദാൻ 0. സിഗ്നം ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 എക്സ് സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ 0യിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യും. കൂടെ ഈ എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവായ 2x സിഗ്നത്തിൻ്റെ കൂടെ കൊടുക്കുകയും വേണം. ഇനി കുറച്ച് ഡിഫറൻസിയേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. dx of tan x, tan xനെ sin x by cos x എന്നെഴുതിക്കൊണ്ട് നമ്മൾ കോഷ്യൻ റൂള് അപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. 1 cos x-നെ രണ്ട് തരത്തിൽ ചെയ്യാം. 1/fന്റെ പറഞ്ഞതുപോലെ മൈനസ് 1 cos x സ്ക്വയർ ഇൻറ്റു cos x-ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ
1/tan xൻ്റെയോ കോസേക്ക് എക്സിൻ്റെയോ 1/cosec എക്സിൻ്റെയോ അങ്ങനെ കുറച്ച് എക്സാമ്പിൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയും അങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കുക.